الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ألهاكم التكاثر حتى زرتم المقابر സ്നേഹാദരണീയരായ സത്യവിശ്വാസി വിശ്വാസിനികളെ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ സകല മേഖലകളിലും കാത്തുസൂക്ഷിക്കണേ എന്ന് സ്വന്തത്തോട് തന്നെയും എന്റെ എല്ലാ സഹോദരി സഹോദരങ്ങളോടും വസിയ്യത്ത് ചെയ്യുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു മനുഷ്യന്റെ ഭാവി നിർണയിക്കുന്നതിൽ അവന്റെ കാഴ്ചപ്പാടും ആ കാഴ്ചപ്പാടിനോടുള്ള അവന്റെ സമീപനവും വളരെ പ്രധാനപ്പെട്ടതാണ്. അത് ഈ ദുനിയാവിന്റെ ഏതേത് വിഷയങ്ങളിലും അത് നമുക്ക് കാണുവാൻ പറ്റും. പഠനം, വിദ്യാഭ്യാസം, അതുപോലെ കച്ചവടം, കൃഷി, ഇങ്ങനെ തുടങ്ങി മനുഷ്യർ ബന്ധപ്പെടുന്ന ഏതേതു മേഖലകളിലും ഒരു വ്യക്തമായ കാഴ്ചപ്പാട് ഉണ്ടെങ്കിൽ അയാൾക്ക് അതിൽ ഒരു പരിധിവരെ നന്നായി തന്നെ മുന്നോട്ടു പോകുവാനും വിജയിക്കുവാനും അവന് സാധിക്കുക തന്നെ ചെയ്യും. ഇത് ഒരു ദുനിയാവിന്റെ വ്യവസ്ഥയാണ്. റഹ്മാനായ റബ്ബ് വച്ചിട്ടുള്ള വലിയ ഒരു നിഅമത്താണ്, അനുഗ്രഹമാണ്. അതുകൊണ്ട് തന്നെ ഈ ദുനിയാവിൽ ജീവിക്കുമ്പോൾ ഈ ദുനിയാവിലെ ജീവിതത്തെക്കുറിച്ച് നമുക്ക് നല്ല ഒരു കാഴ്ചപ്പാട് വേണം. അത് സാധാരണഗതിയിൽ രണ്ട് കാഴ്ചപ്പാടുകളാണ് ഉള്ളത്. ഒന്ന്, നമ്മുടെ ഈ ജീവിതം ഒന്നേ ഉള്ളൂ, അത് പരമാവധി ആസ്വദിച്ചും സുഖിച്ചും ജീവിച്ചു തീർക്കുക എന്നതാണ്. മഹാഭൂരിപക്ഷം ആളുകളും ഇങ്ങനെ ചിന്തിക്കുന്നവരാണ്. ഒറ്റ ജീവിതം ഇവിടെ ഒന്ന് ആസ്വദിക്കണം എന്ന് തന്നെയാണ് ചിന്തിക്കുന്നത്. ഇവരോട് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഒരു നിലപാട് ഉണ്ട്. അവർക്ക് അർഹതപ്പെട്ടത് ലഭിക്കുമെന്ന് ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്. ലഭിക്കുകയില്ല എന്നല്ല, അവർക്ക് ലഭിക്കും എന്നാണ്. മൻ കാന യുരീദു അൽ ഹയാത്ത ദുനിയ, ഏതൊരു മനുഷ്യനാണ് ദുനിയാവ് അത് എനിക്ക് ലഭിക്കണം എന്ന് ആഗ്രഹിച്ച് ജീവിക്കുന്നത്, വസീനതഹ, അതിന്റെ അലങ്കാരങ്ങളും അതിന്റെ സൗഭാഗ്യങ്ങളും അവന് ലഭിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ജീവിക്കുന്നത് എങ്കിൽ നുവഫി ഇലൈഹിം അഅമാലുഹും ഫിഹാ, അതിനു വേണ്ടിയുള്ള അവന്റെ പ്രവർത്തനങ്ങളെ അല്ലാഹു നുവഫി, അവന് നിറവേറ്റി കൊടുക്കും എന്നാണ്. അത് പൂർത്തിയാക്കി കൊടുക്കും. വഹും ഫിഹാ ലാ യുബ്ഖസൂൻ,
അതിൽ അള്ളാഹു അവർക്കൊരു കുറവൊന്നും വരുത്തുകയില്ല എന്ന് സൂറത്ത് ഹൂദിലെ 15-ാമത്തെ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ അറിയേണ്ടത്, ഇങ്ങനെയുള്ള ആളുകൾക്ക് അള്ളാഹു പിന്നെ എന്ത് പരീക്ഷണമാണ് നൽകുക? ആഗ്രഹിച്ചതൊക്കെ ഒരു പരിധി വരെ നൽകാം, അവർക്ക് പൂർത്തിയാക്കി കൊടുക്കുമെന്നല്ല പറയുമ്പോ പിന്നെ അവർക്കുള്ള പരീക്ഷണം എന്താ? അതിൽ ഒന്നാമത്തെ പരീക്ഷണം, അവർക്ക് മാത്രം അവർ തന്നെ അവർ സ്വയം കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതാണ്. അവരുടെ കാര്യത്തിൽ അള്ളാന്റെ സഹായം ഉണ്ടാവില്ല. മാത്രമല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യന് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളിലെ മറ്റൊരു വലിയ അനുഗ്രഹമാണ് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക എന്നുള്ളത്, ലഭിച്ചത് കൊണ്ടൊരു സന്തോഷം അനുഭവിക്കുക എന്നുള്ളത്. ഇത് അവർക്ക് അല്ലാഹു നൽകുകയില്ല. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാൻ കഴിയുകയില്ല എന്ന് മാത്രമല്ല, ഇങ്ങനെ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ആർത്തി അവസാനിക്കുകയില്ല. മാത്രമല്ല, അവർക്ക് ചുറ്റുപാടും സമ്പത്തുണ്ടെങ്കിലും മനസ്സ് വലിയ ദാരിദ്ര്യത്തിലായിരിക്കും. ഒരു തികയാത്ത മനസ്സാണ് എല്ലാ സൗഭാഗ്യങ്ങളും ലഭിച്ചിട്ടും ഇത്തരം ആളുകൾക്ക് ഉണ്ടാവുക. ഇത്തരം മനുഷ്യരിൽ നിന്ന് അല്ലാഹു നമ്മെ കാത്തു സംരക്ഷിക്കുമാറാവട്ടെ. നോക്കൂ, നിങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുക, വമൻ കാനത്തിദ് ദുനിയ, ഒരാൾ ഈ ദുനിയാവിലെ അലങ്കാരങ്ങളും സൗഭാഗ്യങ്ങളും ഹമ്മഹു, അവന്റെ ഒരു ഗോളായി, അവന്റെ ഒരു ലക്ഷ്യമായി, അവന്റെ ഒരു ജീവിതാഭിലാഷമായി ഈ ദുനിയാവിനെ അവൻ കണ്ടാൽ, ജഅലല്ലാഹു ഫഖറഹു ബൈന ഐനൈഹി, അവന്റെ ഇരു കണ്ണുകൾക്ക് മുമ്പിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ദാരിദ്ര്യം നിറച്ചു കൊടുക്കും. അവന് ദാരിദ്ര്യമായിരിക്കും സദാസമയവും. അവന് സൗഭാഗ്യത്തെക്കുറിച്ച്, സംതൃപ്തിയെക്കുറിച്ച് അവന്റെ മനസ്സൊരിക്കലും അവനോട് സംസാരിക്കുകയില്ല. വഫറഖ അലൈഹി ശംലഹു, അവന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ട്, അല്ലാഹു പരിഹരിച്ചു തരുന്ന പ്രശ്നങ്ങൾ. പ്രാർത്ഥിച്ചാൽ അള്ളാഹു ഒരു വിശ്വാസിയെ സംരക്ഷിക്കും എന്ന് പറഞ്ഞതിന്റെ ഫലമായി ഒരു വിശ്വാസിക്കുണ്ടാകുന്ന സുരക്ഷിതത്വം, അതൊന്നും അവർക്കുണ്ടാവില്ല. മറിച്ചെന്താണ്? വഫറഖ അലൈഹി ശംലഹു, അവന്റെ പ്രശ്നങ്ങളെ റഹ്മാനായ റബ്ബ് ഫറഖ എന്ന് പറഞ്ഞാൽ വിതറിക്കൊടുക്കുമെന്നാണ്. പൊട്ടിച്ചിങ്ങനെ വിതറിക്കൊടുക്കും. ഒരു പ്രശ്നത്തെ തന്നെ 1001 പ്രശ്നങ്ങളാക്കി അവന് മാറ്റിക്കൊടുക്കും. വലം യഅതിഹി മിനദ് ദുനിയ ഇല്ലാ മാ ഖുദ്ദിറ ലഹു, അവൻ അല്ലാഹു കണക്കാക്കിയ നിഅമത്ത് അല്ലാതെ ഒന്നും ആസ്വദിക്കാൻ ഈ ദുനിയാവിൽ തൊട്ട് കഴിയൂല. പ്രശ്നങ്ങളോട് തീരൂല്ല, ദാരിദ്ര്യോട്ട് മാറൂല, മനസ്സംതൃപ്തിട്ട് ഉണ്ടാവൂല. എന്ന പുറത്തുനിന്ന് മനുഷ്യർക്ക് കാണുമ്പോഴോ സകല സൗഭാഗ്യങ്ങളും അവന് ഉണ്ടാവുകയും ചെയ്യും. ദാരിദ്ര്യം തീരാത്തൊരു മനസ്സ്, സമാധാനം നഷ്ടപ്പെട്ട ഒരു ജീവിതം, എല്ലാം വെട്ടിപ്പിടിക്കാനുള്ളൊരു ആർത്തി, ഇതാണ് ഇത്തരം ദുനിയാവ് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് റഹ്മാനായ റബ്ബ് ദുനിയാവിൽ വെച്ച് കൊടുക്കുന്ന പരീക്ഷണം. ആ പരീക്ഷണത്തിൽ നിന്ന് നമ്മൾ സുരക്ഷിതരായിരിക്കാൻ പരിശ്രമിക്കണം. നോക്കൂ, നിങ്ങൾ ഒന്നും പൂർത്തിയാക്കാൻ കഴിയാതെ അവന്റെ ജീവിതം കടന്നു പോകും. ഒന്നും പൂർത്തിയാക്കാൻ കഴിയില്ല, എല്ലാം ഉണ്ടാവും ചെയ്യും. വലികുല്ലി ഉമ്മത്തിൻ അജലുൻ, എല്ലാ ഉമ്മത്തിനും, ഓരോ വ്യക്തികൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു അജ്ൽ വെച്ചിട്ടുണ്ട്, ഒരു അതിർത്തി. ഫഇദാ ജാഅ അജ്ലുഹാ, അവന്റെ അജ്ൽ എത്തിയാൽ ലാ യസ്തഅഖിറൂന സഅതൻ വലാ യസ്തഖദിമൂൻ, ഒരു എത്ര ആഗ്രഹിച്ചിട്ടും കാര്യമില്ല, ഒരു സെക്കൻഡ് മുന്നോട്ടോ ഒരു സെക്കൻഡ് പിന്നോട്ടോ റഹ്മാനായ റബ്ബ് അവന്റെ അജ്ലിൽ മാറ്റം വരുത്തുകയില്ല. വിശ്വാസികളെ, ഇവരുടെ അന്ത്യത്തെക്കുറിച്ചാണ് വിശുദ്ധ ഖുർആൻ കൃത്യമായി നമ്മെ പഠിപ്പിക്കുന്നത്. നോക്കൂ, നിങ്ങൾ 60 വയസ്സ് വരെ അല്ലെങ്കിൽ 70 വയസ്സ് വരെ അല്ലെങ്കിൽ ഒരു നൂറ്റാണ്ട് വരെ അധ്വാനിച്ചിട്ട് നിരാശയോട് കൂടിയുള്ള മടക്കം. അല്ലാഹു പറയാ, അൽഹാകുമുത് തകാസുർ, പരസ്പരം പെരുമ നടിക്കുക എന്ന കാര്യം നിങ്ങളെ അശ്രദ്ധയിലാക്കി കളഞ്ഞു. ഈ നാട്ടിലെ ഇങ്ങോട്ട് ആഘോഷിച്ച് ഇങ്ങോട്ട് പെരുമ നടിച്ച് ഒരാൾക്ക് മുമ്പിലും വലുപ്പം കേമത്തം കാണിച്ചില്ലേ, ഇതിനു വേണ്ടിയുള്ള തിരക്കാണ്. അല്ലാഹു പറയാ, അൽഹാകുമുത് തകാസുർ. വിശ്വാസികളെ, ഈ ആയത്ത് വല്ലാതെ നമ്മളെ സ്വാധീനിക്കണം കേട്ടോ. ഈ ആളുകൾക്ക് ഒരു പെരുമ നടിച്ച് വലുപ്പം കാണിച്ച് നിങ്ങൾ അങ്ങനെ ജീവിക്കുന്ന ഇടയിൽ നിങ്ങൾ ശ്രദ്ധ വിട്ടുപോയി. എന്താ ശ്രദ്ധ വിട്ടത്? പരലോകത്തെ കുറിച്ചുള്ള ചിന്ത. ഹത്താ സുർത്തുമുൽ മഖാബിർ, അങ്ങനെ നിങ്ങൾ ശവകുടീരങ്ങൾ സന്ദർശിക്കുന്നത് വരെ, അതുവരെ നിങ്ങൾക്ക് ഇതൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ അതൊട്ട് ഉണ്ടാവുകയും ചെയ്തില്ല. പരലോകത്തോ മഹാനഷ്ടമാണ് അവർക്കുണ്ടാവുക. ഉലൈക അല്ലദീന ലൈസ ലഹും ഫിൽ ആഖിറ ഇല്ലന്നാർ,
നാളെ പരലോകത്ത് നരകല്ലാതെ ഈ കൂട്ടർക്കൊന്നുമില്ല. ഈ ദുനിയാവിലെല്ലാ സുഖവും കിട്ടിയിട്ടേ അതുകൊണ്ട് അള്ളാഹുവിന്റെ അടുത്തേക്ക് നന്മ കൊണ്ട് പോകാൻ കഴിയാത്ത ആളുകളുണ്ടല്ലോ. വഹബിത്ത മാ സ്വനഉ, അവർ പ്രവർത്തിച്ചതൊക്കെ പൊളിഞ്ഞു പോയിരിക്കുന്നു, ഒക്കെ പൊളിഞ്ഞു പോയിരിക്കുന്നു. വബാതിലുൻ മാ കാനൂ യഅമലൂൻ, അവർ ചെയ്തുകൊണ്ടിരുന്നത് എല്ലാം ഫലശൂന്യമാവുകയും ചെയ്തിരിക്കുന്നു. മഅദല്ലാഹ്, അല്ലാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കുമാറാവട്ടെ. ഇവിടെ ഈ ചിന്ത നമുക്ക് ഉണ്ടോ? ഇവിടെ നടിച്ചു പൊളിക്കണം, ഇവിടെ ഒക്കെ നേടിയിട്ടാണ് പോണം, ഓനെക്കാട്ടിലൊന്നും വലുതാവണം. ഇതാണെങ്കിൽ ഇതാണ് പര്യവസാനം വിശ്വാസികളെ. എന്നാൽ രണ്ടാമത്തെ ഒരു കാഴ്ചപ്പാടുണ്ട്, അതാണ് നമുക്ക് ഉണ്ടാവേണ്ടത്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. എന്താണ് അവരെ കാഴ്ചപ്പാടെന്നറിയാം? മക്കളെ കൊണ്ട് പരീക്ഷണം, അല്ലെ? എത്ര ആളുകളുണ്ട്. അള്ളാഹു മനസ്സമാധാനം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലെ? മാതാപിതാക്കളെ കൊണ്ട്, സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ കൊണ്ട്, രോഗങ്ങൾ കൊണ്ട്, എല്ലാം റഹ്മാനായ റബ്ബിന്റെ ഖളയാണ്, വിധിയാണ്. എന്തിനു നമ്മൾ നിരാശപ്പെടണം? എന്തിനു നിരാശപ്പെടണം സുഹൃത്തുക്കളെ? ഇതൊക്കെ അള്ളാഹ് അറിഞ്ഞു തന്നതല്ലേ. ആ അള്ളാഹ്ക്ക് നമ്മൾ അറിയുന്നില്ലതല്ലേ ഏറ്റവും വലിയ പ്രത്യേകത, അല്ലേ? ആ റഹ്മാനായ റബ്ബ് നമ്മെ അറിഞ്ഞു തന്നതല്ലേ. ആ റഹ്മാനായ റബ്ബിന് നമ്മെ അറിയും എന്ന ഒരു വിശ്വാസം നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ ദൃഢമായുണ്ടെങ്കിൽ ഇതിനൊക്കെ പ്രതിഫലം നൽകാൻ റഹ്മാനായ റബ്ബ് കാത്തിരിക്കുന്നു എന്ന ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ മരണം പോലും നമ്മുടെ ജീവിതത്തിന്റെ സന്തോഷത്തിന്റെ നിമിഷങ്ങളായി മാറും. അതുകൊണ്ട് അള്ളാഹ് പറഞ്ഞത് രണ്ടാമത്തെ കാഴ്ചപ്പാടുള്ള മനുഷ്യൻ ആരാവുന്നറിയോ? ഇഹലോകം എന്ന് പറയുന്നത് പരലോകത്തേക്കുള്ള വിഭവ സമാഹരണത്തിനുള്ളത് മാത്രമായി കാണും. നാളെ പരലോകത്ത് എനിക്ക് സ്വർഗം കിട്ടണം. ഈ പരീക്ഷണങ്ങളൊക്കെ ഈ ദുനിയാവിൽ ഞാൻ മറ്റുള്ളവർക്കൊന്നും ചിലപ്പോ നമ്മളെ കാഴ്ചപ്പാടില്ല, എന്തൊരു സുഖാവനെ, എനിക്ക് മാത്രം എന്തേ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടാകും. അള്ളാഹ് പറയാ, അവന്റെ സുഖവും നിന്റെ ദുഃഖവും രണ്ടു പേർക്കുമുള്ള പരീക്ഷണമാണ്. ഈ പരീക്ഷണം കൊണ്ട് നിനക്ക് സ്വർഗം നേടാൻ പറ്റുമോ എന്നതാണ് ഉപരിലോകത്തിരുന്ന് റഹ്മാനായ റബ്ബ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ജന്നാത്തുൽ ഫിർദൗസ് എന്ന് നമുക്ക് അധ്വാനിച്ച് നേടാൻ കഴിയാത്ത റഹ്മാനായ റബ്ബിന്റെ മഹത്തായ ഫളൽ, അനുഗ്രഹം, തൗഫീഖ്, ഹിദായത്ത്, അല്ലേ? ഇതൊക്കെ കൊണ്ട് നമുക്ക് ലഭിച്ച സ്വർഗ്ഗം ഉണ്ടല്ലോ, അത് നഷ്ടപ്പെടുത്തുന്ന ഒന്നുണ്ടായിക്കൂടാണ്. നോക്കൂ നിങ്ങൾ, അല്ലാഹ് പറയാ, ആ മനസ്സുള്ള ആളുകൾ, പടച്ചോനെ ഞാനിവിടെ കടന്നു പോണ സ്വർഗത്തേക്കാൻ, എന്റെ ഓരോ സ്റ്റെപ്പും പരലോകത്തേക്കാൻ, ഞാനിങ്ങനെ നടക്കുന്ന നരകത്തിലേക്കല്ല, സ്വർഗത്തിന്റെ വഴിയിലാണ്. ഞാനീ പോകുന്നത് ജീവിതം എന്നും അവസാനിക്കാതെ നിലനിൽക്കണമെന്ന ചിന്തയിലേക്കല്ല, മറിച്ച് ഞാൻ മരണത്തിലേക്കാണ്. ആ മരണസമയത്ത് ആർക്കും കാണാത്ത സുന്ദരമായ കാഴ്ചകൾ കണ്ട് എനിക്ക് മടങ്ങണം. ഈ ചിന്തയുള്ള ആളുകളുടെ പ്രാർത്ഥന അല്ലാഹ് പറഞ്ഞു, റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. നോക്കൂ നിങ്ങൾ ആ പ്രാർത്ഥനയുടെ ഒരു പൊരുൾ, റബ്ബേ ആതിനാ ഫിദ്ദുനിയ ഹസന, ദുനിയാവുന്ന ഹസനത്ത് നൽകണം, സ്വർഗം കിട്ടുന്ന അമല്, സ്വർഗം കിട്ടുന്ന കാര്യങ്ങൾ എനിക്ക് നൽകണം. വഫിൽ ആഖിറതി ഹസന, നാളെ പരലോകത്ത് സ്വർഗവും തരണം. തീർന്നില്ല, വഖിനാ അദാബന്നാർ, പടച്ചോനെ ആ ജ്വലിക്കുന്ന നരകത്തിൽ നിന്ന് എന്നെ കാക്കുകയും ചെയ്യണേ എന്ന് അള്ളാഹ് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം സദാ പ്രാർത്ഥിച്ചിരുന്നു. ഈ പ്രാർത്ഥന ഇന്ന് സുബൈ കഴിഞ്ഞിട്ട് ഇത് ഒരു വട്ടെങ്കിലും പ്രാർത്ഥിച്ചു നമ്മളുണ്ടോ? ഇല്ലെങ്കിൽ ചിന്തിച്ചോ, നമ്മൾ വല്ലാതെ ആഘോഷിക്കുന്നത് ദുനിയാവിനെയാണ്. അള്ളാഹു കാക്കുമാറാവട്ടെ. അല്ലെ ചോദിക്കും, റബ്ബനാ ആതിനാ ഫിദ്, പടച്ചോനെ ദുനിയാവുമാണ് എനിക്ക് ആഗ്രഹിക്കുക. അള്ളാഹ് പറഞ്ഞല്ലേ, ചോദിച്ചോളി, അള്ളാഹ് തരും. പക്ഷെ അതിനപ്പുറത്ത് എനിക്ക് ആഖിറത്ത് വേണം, അതിനപ്പുറത്ത് നരകത്ത് നിന്ന് രക്ഷപ്പെടണം. ഈ ചിന്തകളാണ് നമുക്ക് ഉണ്ടാവേണ്ടത്. ഇവരെയാണ് റഹ്മാനായ റബ്ബ് സംരക്ഷിക്കുക, ഇവരെയാണ് അള്ളാഹു സംരക്ഷിക്കുക. നോക്കൂ നിങ്ങൾ, വമയ്യത്തഖില്ലാഹ്, ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. നമ്മളെ പ്രശ്നത്തിന് പരിഹാരം അള്ളാഹ് പറയണേ, വമയ്യത്തഖില്ലാഹ്, സസൂക്ഷ്മമായ ഒരു ജീവിതം നിനക്കുണ്ടോ? ശ്രദ്ധയുള്ള ഒരു ജീവിതം നിനക്കുണ്ടോ? തഖ്വയുള്ള ഒരു ജീവിതം നിനക്കുണ്ടോ? യജ്അൽ ലഹു മഖ്റജ, നിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം അല്ലാഹു ഉണ്ടാക്കി തരും. യജ്അൽ ലഹു, റഹ്മാനായ റബ്ബ് ഉണ്ടാക്കും, മഖ്റജൻ, ഒരു പോംവഴി, ഒരു പരിഹാരം. തഖ്വ ഉണ്ടായാൽ മതി, ശ്രദ്ധ ഉണ്ടായാൽ മതി, ഹറാമില്ലാതിരുന്നാൽ മതി. എന്നിട്ട് അല്ലാഹ് പറഞ്ഞു, വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്, അവൻ പോലും കണക്കാക്കാത്ത രൂപത്തിൽ അവന്റെ ഉപജീവനത്തെ, അവന്റെ റിസ്ഖിനെ അല്ലാഹു ഏറ്റെടുക്കും, അവന് നൽകും. വമൻ യതവക്കൽ അലല്ലാഹ്, തന്റെ ജീവിതത്തെ പ്രാരാബ്ധ പ്രതിസന്ധികളിൽ ആരാണോ അല്ലാഹുവിൽ തവക്കുലാക്കിയത്, ഫഹുവ ഹസ്ബു, അവന് അല്ലാഹു മതിയായവനാണ്. ഇതിലും വലിയ സന്തോഷം എന്താ സഹോദരങ്ങളെ?
അത് മാത്രല്ല കേട്ടോ അത് പറഞ്ഞത്, ഇങ്ങനെ ജീവിക്കുന്ന ഒരു സമൂഹം ഒരു നാട്ടിലുണ്ടെങ്കിൽ ആ നാട്ടിലെ മുഴുവൻ ആളുകളെയും അള്ളാഹു സംരക്ഷിക്കുന്ന. നോക്കൂ നിങ്ങൾ, നമ്മളൊരു തഖ്വയുള്ള മനുഷ്യന്മാരായിട്ട് സമുദായമായിട്ട് ജീവിച്ചാൽ ഈ നാടിലുള്ള ബാക്കിയുള്ള മുസ്ലിമീങ്ങൾക്കും ഈ നാടിനും അല്ലാഹു സുരക്ഷിതത്വം നൽകുന്നതാണ്. വഅദല്ലാഹുല്ലദീന ആമനൂ മിൻകും വഅമിലുസ് സ്വാലിഹാത്തി. സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും വിശ്വസിക്കുകയും ചെയ്ത ആളുകൾക്ക് റഹ്മാനായ റബ്ബ് വാഗ്ദാനം നൽകിയിരിക്കുന്നു. ലയസ്തഖ്ലിഫന്നഹും ഫിൽ അർള് കമസ്തഖ്ലഫല്ലദീന മിൻ ഖബ്ലിഹിം. അവരുടെ പൂർവികർക്ക് അല്ലാഹു പ്രതാപം നൽകിയതുപോലെ, അവർക്ക് ഔന്നിത്യം നൽകിയതുപോലെ, പ്രാതിനിധ്യം നൽകിയതുപോലെ നിങ്ങൾക്കും നാം നൽകുക തന്നെ ചെയ്യും. വലയുമക്കിനന്ന ലഹും ദീനഹുമുല്ലദീ ഇർതദാ ലഹും. അല്ലാഹു അവർക്ക് തൃപ്തിപ്പെട്ട് നൽകിയ, അവർ തൃപ്തിയോടുകൂടി സ്വീകരിച്ച മതമല്ലേ ഇസ്ലാം, ആ ഇസ്ലാമിന് അല്ലാഹു സ്വാധീനം നൽകുക തന്നെ ചെയ്യും. വലയുബദ്ദിലന്നഹും മിൻ ബഅദി ഖൗഫിഹിം അംനാ. ഭയപ്പാടുകൾക്ക് ശേഷം അതിന് പകരമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നിർഭയത്വം അവർക്ക് നൽകുകയും ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തേ പറഞ്ഞത്? യഅബുദൂനനി ലാ യുശ്രികുന ബി ശൈആ. അല്ലാഹുവിനെ മാത്രം ഇബാദത്തെടുത്ത്, അല്ല ശിർക്കിന്റെ ഒരംശം പോലുമില്ലാതെ, അല്ലാഹ് എന്നൊരു വിളിയല്ലാത്ത ഒരു വിളിയുമില്ലാതെ റഹ്മാനായ റബ്ബിനോട് മാത്രം പ്രാർത്ഥിച്ചും സങ്കടം പറഞ്ഞും ആവശ്യം നിരത്തിയും അവൻ ജീവിച്ചു മുന്നോട്ട് പോയാൽ ആ നാടിനെയും ആ ദീനിനെയും അവനെ എല്ലായിടത്തു നിന്നും ഉണ്ടാകുന്ന പ്രതിസന്ധികളിലും അള്ളാഹു അവനെ സംരക്ഷിക്കുക തന്നെ ചെയ്യും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. തിരിച്ചും പറഞ്ഞു അല്ലാഹു വമൻ കഫർ. അല്ല, ഇതൊക്കെ മനസ്സിലായിട്ടും തഖ്വയൊക്കെ വിട്ട് ഒരു ശ്രദ്ധയില്ലാതെ ദുനിയാവിനെ ആർത്തി പിടിച്ചാൻ പോയാൽ വമൻ കഫറ ഫഉലൈക ഹുമുൽ ഫാസിഖൂൻ. ആരാണ് വമൻ കഫറ ബഅദ ദാലിക ഫഉലൈക ഹുമുൽ ഫാസിഖൂൻ? ആ കാര്യങ്ങളൊക്കെ മനസ്സിലായതിനു ശേഷം അതിന് വിട്ടൊഴിഞ്ഞ് കാഫറായി പോയാൽ അവർ തന്നെയാണ് തെമ്മാടികൾ എന്ന് റഹ്മാനായ റബ്ബ് പറഞ്ഞിട്ടുണ്ട്. ഇതിലേത് വിശ്വാസം നമുക്കുള്ളത്? അല്ല ചോദിക്കാം. ഈ നിലപാടിൽ രണ്ടാമത്തെ നിലപാട് ഉള്ളവന് പരീക്ഷണങ്ങൾ ഉണ്ടാവും. പക്ഷേ നാളെ പരലോകത്ത് ചെല്ലുമ്പോ ഓൻ ആഗ്രഹിച്ച് പരലോകല്ലേ അല്ല പറയാം, വമൻ യുരിദ് സവാബൽ ആഖിറ. നാളെ പരലോകത്തെ പ്രതിഫലത്തെയാണ് അവൻ ആഗ്രഹിക്കുന്നത് എങ്കിൽ നുഅ്തീഹി മിൻഹാ വസനജിസ്സി ശാകിരീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നന്ദിയുള്ളവർക്ക് നാം തക്കതായ പ്രതിഫലം നൽകുക തന്നെ ചെയ്യും. അല്ലാഹു തരും. ഇവിടുന്ന് ചിലപ്പോൾ കുറച്ചൊക്കെ പ്രതിസന്ധി പ്രയാസം ഉണ്ടായാലും നാളെ പരലോകത്ത് സ്വർഗം കിട്ടും. ഈ ദുനിയാവിൽ സ്വസ്ഥതയും മനസ്സമാധാനം ഉണ്ടാവും. അവിടെ ഈ ദുനിയാവിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താ സഹോദരങ്ങളെ? അല്ലെ, വാർദ്ധക്യ സഹജമായ പ്രശ്നങ്ങളല്ലേ ഒന്ന്, അല്ലെങ്കിൽ സ്ട്രോക്ക് അല്ലേ, ക്യാൻസർ അല്ലേ, സാമ്പത്തിക ബുദ്ധിമുട്ടല്ലേ? ഇതിനൊക്കെ പകരാണ് അല്ലാഹു സ്വർഗം തരാന്ന് പറഞ്ഞത്. ഈ റഹ്മാനായ റബ്ബിലുള്ള വിശ്വാസവും ഈ ജീവിത കാഴ്ചപ്പാടും ഉണ്ടെങ്കിൽ നമ്മുടെ 24 മണിക്കൂർ കടന്നു പോകുമ്പോൾ സ്വർഗത്തിലേക്കുള്ള വഴിയാണ് എളുപ്പമായി തീരുന്നത് എന്ന് നമ്മൾ അറിയണം. മറിച്ച് ഈ ദുനിയാവിനെ മാത്രം ആഗ്രഹിച്ചു മുന്നോട്ട് പോകുമ്പോൾ നരകത്തിന്റെ കുടുസതയിലേക്കുള്ള യാത്രയാണ് നമുക്കുള്ളത് എന്ന് നമ്മൾ അറിയണം. നോക്കൂ നിങ്ങൾ, ഇന്ന് സുബഹി ജമാഅത്ത് കിട്ടാത്തവർ ദുനിയാവിന്റെ തിരക്ക് കൊണ്ട് നമ്മുടെ കൂട്ടത്തിലുണ്ടോ? ചിന്തിക്കണ്ടേ ചെറുപ്പക്കാരെ, സുഹൃത്തുക്കളെ? ഇന്ന് സുബഹി ജമാഅത്ത് 12 റക്അത്ത് റവാത്തിവ് നമസ്കരിച്ചവന് സ്വർഗത്തിൽ വീടുണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അള്ളാന്റെ സ്വർഗത്തിലെ വീട്. ദുനിയാവിലെ തിരക്കെന്തിനാ? കോൺക്രീറ്റും സിമെന്റും ഓടും വെച്ച് ഒരു 1000-1500 സ്ക്വയർ ഫീറ്റ് വീട് ഉണ്ടാക്കാനും സംരക്ഷിക്കാനും. എന്നാ 12 റക്അത്ത് അള്ളാനെ പേടിച്ച് തഖ്വയോട് കൂടി നിർവഹിച്ച ഒരാളുണ്ടെങ്കിൽ അവൻ സ്വർഗത്തിൽ അന്നൊരു വീടുണ്ട് അല്ലേ? എത്ര കൊല്ലം വീട് വെച്ചു സ്വർഗത്തില്? ചിന്തിച്ചിട്ടുണ്ടോ? പക്ഷേ തിരക്കായി പോയി, ലോഡിറങ്ങണ തിരക്കായി പോയി, കേറിപ്പോണ തിരക്കായി പോയി, ജോലിന്റെ തിരക്കായി, ജോലിന്റെ യാത്രയായി അല്ലേ? അല്ല പറയാ, ഇതൊക്കെ മടക്കി വെച്ച് നീയൊന്ന് പോകും, അവിടെ നിനക്കൊന്നും ഉണ്ടാവില്ല എന്ന് പറയുമ്പോ നമ്മൾ പേടിക്കണ്ടേ നമ്മളെ ജീവിതത്തെ കുറിച്ച്? അതുകൊണ്ട് കാഴ്ചപ്പാടുകളാണ് ജീവിതത്തെ യാത്രയിൽ വേഗത കൂട്ടുന്നത്. അതുകൊണ്ട് അള്ളാഹുവിന്റെ ഇഷ്ടം നേടുന്ന ജീവിത കാഴ്ചപ്പാടിലേക്ക് മടങ്ങാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഇന്നൽ ഹംദലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാന്യരായ സത്യവിശ്വാസികളെ,
അള്ളാഹുവിന്റെ ദീനനുസരിച്ച് ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. നമ്മൾ എങ്ങനെ ജീവിച്ചാലാണ് അള്ളാഹു പഠിപ്പിച്ചിട്ടുള്ള ഈ സൗഭാഗ്യം നമുക്ക് ലഭിക്കാം? 3 കാര്യങ്ങൾ ഈ വിഷയത്തിൽ നമുക്ക് അറിവ് നൽകുന്നതാണ്. ഒന്ന്, നമ്മൾ അനുഗ്രഹങ്ങളെക്കുറിച്ച് തിരിച്ചറിവുള്ളവരാവുക എന്നതാണ്. ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം എന്താണ് എന്നതിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകിയ മറുപടിയാണ് നമ്മെ ചിന്തിപ്പിക്കേണ്ടത്. ഏറ്റവും വലിയ അനുഗ്രഹം എന്താന്ന് ചോദിച്ചാൽ വിലപിടിപ്പുള്ള കാറും സൗകര്യമൊക്കെ നമ്മളെ മനസ്സിലേക്ക് വരും. എന്നാൽ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, നിഅമതാനി, 2 അനുഗ്രഹങ്ങൾ, മഖ്ബൂനും ഫീഹിമാ കസീറുൻ മിനന്നാസ്, അധിക ജനങ്ങളും അക്കാര്യത്തെക്കുറിച്ച് അശ്രദ്ധവാന്മാരാണ്. എന്നിട്ട് റസൂലുള്ള എണ്ണി, അസ്സിഹത്തു, ഒന്ന് ആരോഗ്യമാണ്, വൽ ഫറാഗ്, ഒഴിവ് സമയമാണ്. ഈ 2 അനുഗ്രഹങ്ങൾ, ആരോഗ്യം ഇപ്പോഴേ ഉണ്ടാകും, അടുത്ത സെക്കൻഡിൽ നമുക്ക് നഷ്ടപ്പെടാൻ സാധ്യതയുള്ളതാണ് ആരോഗ്യം. ആ ആരോഗ്യമുള്ള സമയത്ത് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട കർമ്മങ്ങൾ ചെയ്യാൻ നമുക്ക് സാധിക്കണം. അൽ ഫറാഗ്, ഒഴിവ് സമയം എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ജോലി തിരക്ക്, ഇബാദത്ത്, ഇതൊക്കെ കഴിഞ്ഞാലും നമുക്ക് മിച്ചമായി അള്ളാഹു നൽകുന്ന അനുഗ്രഹമാണ് സമയം. ആ സമയമുണ്ടല്ലോ, അത് വാട്സപ്പിലും ഫേസ്ബുക്കിലും ട്വിറ്ററിലും തുടങ്ങി മണിക്കൂറുകൾ, അല്ലെ ഇന്നത്തെ ഏറ്റവും വലിയ ദുരന്തത. മൊബൈൽ എടുക്കുന്ന സഹോദരങ്ങളെ, ഫേസ് ടൈമും അതുപോലെ നമ്മുടെ നെറ്റ് ടൈമും ഒക്കെ നമുക്കറിയില്ലേ? ഒന്ന് പരിശോധിച്ചാൽ അറിയും. വേസ്റ്റായി പോയ മണിക്കൂറുകൾ, ഒരു ദിവസത്തിൽ 24 മണിക്കൂറിൽ വേസ്റ്റായി പോയ മണിക്കൂറുകൾ അറിയും. അല്ലാഹ് പറയാ, ഇതൊക്കെ എനിക്ക് മനസ്സിലാവും. എന്റെ കണ്ണിന് കാഴ്ച പോയി, കൈയൊക്കെ വറക്കാൻ തുടങ്ങുമ്പോ ഇങ്ങനെ ആലോചിക്കും, പടച്ചോനെ, എന്റെ 25 വയസ്സ് കഴിഞ്ഞല്ലോ, 40 കടന്നു പോയല്ലോ, 50 കടന്നു പോയല്ലോ, അന്നൊന്നും ഈ കാണുന്ന നന്മകളൊന്നും ചെയ്യാൻ പറ്റാതെ ദുർബലനായി നടുവൊടിഞ്ഞ് ഞാനിതാ കട്ടിലിൽ കിടക്കുന്നല്ലോ എന്ന് സങ്കടപ്പെട്ടൊരു കാര്യമില്ല. അല്ലാഹ് പറയാ, കിട്ടുമ്പോ അത് ഉപയോഗിക്കാത്ത വലിയ വിഡ്ഢിയാണ്. അതിലേറ്റവും വലിയ 2 അനുഗ്രഹത്തെ കുറിച്ചാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്. പലപ്പോഴും ജീവിതം എന്തിന് എന്ന് ചോദിച്ചാൽ സാധാരണ ഒരു മനുഷ്യന്റെ മറുപടി ജീവിച്ചു പോകണ്ടേ എന്നാണ്. അതല്ല മറുപടി നാം കണ്ടെത്തേണ്ടത്. നമ്മൾ കണ്ടെത്തേണ്ടുന്നത് പരലോകം നഷ്ടപ്പെടുത്തില്ല ഞാൻ എന്ന തീരുമാനം. എന്താ എന്റെ തീരുമാനം? എന്തെന്റെ തീരുമാനം? ജീവിച്ചു പോകണ്ടേന്നല്ല, പരലോകം നഷ്ടപ്പെടുത്തില്ല. അത് നഷ്ടപ്പെടുത്തുന്ന ഒന്നും എനിക്കുണ്ടാവൂല എന്നാണ് തീരുമാനം. ആ തീരുമാനം എടുത്താൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. മറ്റൊന്ന് സഹോദരങ്ങളെ, സമയം ക്രമീകരിക്കാൻ. നമ്മുടെ ജീവിതത്തിന്റെ സമയം നാം ക്രമീകരിക്കാം. എന്നിട്ട് ഇബാദത്തിനും നന്മക്കും കുടുംബജീവിതത്തിനും സ്വതക്ക നൽകാനും ദഅവത്ത് നടത്താനും ഒക്കെ നമ്മുടെ ജീവിതത്തിലെ 24 മണിക്കൂറിൽ സമയം പകുത്ത് നമ്മൾ നൽകണം. യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ സത്യവിശ്വാസികളെ, നമ്മളെ വിളിച്ചത് വേറെ ആരെയല്ല, വിശ്വാസികളെ. ഇൻ തൻസുറുല്ലാഹ് യൻസുറുക്കും, അള്ളാന്റെ ദീനിനെ നിങ്ങൾ സഹായിച്ചാൽ അള്ളാഹു നിങ്ങളെ സഹായിക്കും. വയുസബ്ബിത് അഖ്ദാമക്കും, നിങ്ങളുടെ കാൽപാദങ്ങളെ അള്ളാഹു ഉറപ്പിച്ചു നിർത്തും. പരിഹാരത, പേടിയും വെപ്രാളം ഇല്ലാതെ ജീവിക്കണോ? ദീനനുസരിച്ച് ജീവിക്കണം. മറ്റൊന്ന്, ഇതൊക്കെ കേൾക്കുമ്പോ എന്നാ ഞാൻ പള്ളിയിൽ തന്നെ ഖുർആൻ എടുത്തു കൂടാന്നാണോ? അല്ല. സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടാതെ എല്ലാ നന്മയിലും മുന്നിലുണ്ടാവണം. അത് വിശ്വാസികളുടെ ഗുണം. എല്ലാ നന്മയിലും ഒരു സമൂഹത്തിന് എന്തൊക്കെ നന്മ ചെയ്തു കൊടുക്കാൻ പറ്റുമോ അവിടെയൊക്കെ നമ്മുടെ ഇടപെടൽ ഉണ്ടാവണം. അതാണ് അല്ലാഹ് പറഞ്ഞത്, തആവനു അലൽ ബിർരി വത്തഖ്വാ. അല്ലാഹുവുള്ള സൂക്ഷ്മതയിലും പുണ്യം ചെയ്യുന്ന കാര്യത്തിലും നിങ്ങൾ പരസ്പരം മത്സരിക്കാൻ നിങ്ങൾ ചെയ്യുക. വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ. തിന്മയിലും ശത്രുതയിലും നിങ്ങൾ ഒരിക്കലും സഹകരിക്കരുത്. നന്മ അത് എവിടെയുണ്ടോ അവിടെ നമ്മുടെ സഹകരണം ഉണ്ടാകണം, വേറിട്ട് നിൽക്കലല്ല. എല്ലാ സമൂഹത്തിനും ഗുണമുണ്ടാകുന്ന എന്തൊക്കെ സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളുണ്ടോ, ഏതെല്ലാം നന്മയുടെ വഴികളുണ്ടോ അവിടെയൊക്കെ നമ്മൾ ഉണ്ടാകണം. അതോടൊപ്പം ജ്വലിക്കുന്ന നരകാഗ്നിയിൽ നിന്ന് ഈ സമൂഹത്തെ രക്ഷപ്പെടുത്തുവാനുള്ള തൗഹീദിന്റെ മാർഗത്തിലും നമ്മൾ ഉണ്ടാവണം.
ഞാനെന്ത് ചെയ്യാനാ എന്ന നിരാശ എന്ന് നമ്മുടെ മനസ്സിൽ ഉണ്ടാകുന്നുവോ അവിടെ നാം അറിയണം, ഞാൻ ദുനിയാവിനെയാണ് സ്നേഹിക്കുന്നത്, ഞാൻ ദുനിയാവിന് അടിമപ്പെട്ടിരിക്കുന്നു എന്നിടത്തു നിന്നാണ് ഞാൻ എന്ത് ദീനിന് ചെയ്യുമെന്ന ചിന്ത. മറിച്ച് ദീനിനെ സ്നേഹിക്കുന്നുവെങ്കിൽ, നാളെ പരലോകത്ത് വിജയം ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ ഖുർആൻ പഠിച്ചും ഹദീസ് പഠിച്ചും കുടുംബത്തെ സ്നേഹിച്ചും നാടിനെ സ്നേഹിച്ചും നന്മയിൽ മുന്നോട്ട് പോയും ദഅവത്ത് നടത്തിയും നന്മയിൽ ആളുകൾ ജീവിച്ച് തൗഹീദുള്ളവരായി മരിക്കുന്നത് കാണുന്നതിൽ സന്തോഷിക്കുന്ന ഒരു മനുഷ്യനായി, പച്ചയായ ഒരു മനുഷ്യനായി, പ്രവാചക തുല്യരായി ജീവിക്കാൻ ശ്രമിക്കുന്നവരായിരിക്കും. അല്ലെങ്കിലോ 60ഉം 70ഉമൊക്കെ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല വ്യാപാരിയായി, ഏറ്റവും നല്ല ഉദ്യോഗസ്ഥനായി, ഏറ്റവും നല്ല കൃഷിക്കാരനായി പേര് ചാർത്തി മണ്ണിലേക്ക് വെക്കപ്പെടുമ്പോൾ ആർക്കും വേണ്ടാത്തവരായി നമ്മൾ മാറും. ദുനിയാവിൽ നമ്മൾ ഉണ്ടാക്കിയ സമ്പത്ത് കൊണ്ട് സന്തോഷിക്കുന്നവർ ഉണ്ടാകും, പക്ഷേ നമ്മുടെ ജീവിതം കൊണ്ട് ദുഃഖിക്കുന്നവരായി ഖബറുകളിൽ നമ്മൾ മാറും. അള്ളാഹു കാത്തു സംരക്ഷിക്കുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിലെ തെറ്റുകുറ്റങ്ങൾ റഹ്മാനായ റബ്ബ് നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി നൽകുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, സഹോദരങ്ങൾ, അവരെല്ലാം വേർപെട്ടതിന്റെ സങ്കടം നമ്മുടെ മനസ്സിലുണ്ട്. റഹ്മാനായ റബ്ബ് നാളെ നമ്മെ എല്ലാവരെയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. സകലമാന പരീക്ഷണങ്ങളിലും ക്ഷമയോടുകൂടി അള്ളാഹുവിന്റെ പ്രീതി മാത്രം ആഗ്രഹിച്ച് മുന്നോട്ട് പോകുന്നവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. എല്ലാ പ്രതിസന്ധികളെയും മറികടക്കാൻ കഴിയുന്ന ഈമാനിന്റെ ശക്തി ലഭിക്കുമാറ് ദീനിനെ പഠിക്കുകയും മനസ്സിലാക്കുകയും പാരായണം ചെയ്യുകയും ചെയ്യുന്നവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. നമ്മുടെ കുടുംബത്തിന് അള്ളാഹു ഹിദായത്ത് നൽകുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ കഠിനമായ പരീക്ഷണങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെ കാത്തു സംരക്ഷിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹജാത്ത്. അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, اللهم أجرنا من النار، اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين.